Welcome to the optics paper again. This is lecture number 20, semester 6, paper 3, optics for BSc Physics main students. Today's topic is the zone plate. We start a new essay, and this is the third essay in diffraction, the zone plate, 20th lecture, the zone plate. അപ്പോൾ ആദ്യമായിട്ട് സോൺ പ്ലേറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ സോൺ പ്ലേറ്റ് അതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചത് ഇങ്ങനെയാണ്: വാട്ട് ഇസ് എ സോൺ പ്ലേറ്റ്, ഹൗ ഈസ് ഇറ്റ് കൺസ്ട്രക്റ്റഡ്, ഗിവ് ദി നെസസറി തിയറി. ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എ സോൺ പ്ലേറ്റ്, ഹൗ ഈസ് ഇറ്റ് കൺസ്ട്രക്റ്റഡ്, ഗിവ് ദി നെസസറി തിയറി. So answer, we are discussing answer, and this is a lengthy topic, so we split into two lectures. This lecture, the first lecture, and there is also the next lecture to complete this essay. It is a lengthy topic. Zone plate. All essays in this chapter are a bit lengthy. And this is third essay, and we discuss in two classes. And there are problems also for zone plate, important problems. So, ഇപ്പോൾ സോൺ പ്ലേറ്റിൻ്റെ പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അത് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ കാണുന്നതിന് വരയ്ക്കുക, പിന്നെ അതിൻ്റെ രീതി നമ്മളൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് അത് നമ്മൾ ഈ ഇതിൻ്റെ നിർമ്മാണത്തിൽ പറയാൻ പോകും. ഇവിടെ നിങ്ങൾ സർക്കിൾ സൈഡ് വരയ്ക്കുക. സർക്കിൾ സൈഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ആ ന്യൂട്രൺ സയൻസിൽ കണ്ടതുപോലെ പുറത്തോട്ട് ചെല്ലുന്നവരും അടുത്തടുത്ത് വരണം. റിങ്സ് പുറത്തോട്ട് ചെല്ലുന്നതോറും ക്ലോസർ ആയിക്കൊണ്ടിരിക്കണം. മാത്രമല്ല ഓൾട്ടർനേറ്റ് ആ സ്ട്രിപ്പുകൾ, ഓൾട്ടർനേറ്റ് റിങ്ങുകൾ, ആ സ്പേസുകൾ ബ്ലാക്കൻ ചെയ്യണം, കറുപ്പിക്കണം. ഇവിടെ കറുപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അത് കറുപ്പത്തിന് ക്ലിയർ അല്ല. ഒന്നാമത്തെ വൈറ്റാണ്, രണ്ടാമത്തെ ബ്ലാക്കാണ്, അങ്ങനെയാണ്. മൂന്നാമത്തത് ബ്രൈറ്റ് ആയിരിക്കും, നാലാമത്തെ ബ്ലാക്ക് ആയിരിക്കും. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിങ്ങുകളാണ്. ആദ്യം വൈറ്റായിട്ട് ഇട്ടാൽ അടുത്ത് കറുപ്പിക്കണം, ആദ്യം ഡാർക്കായിട്ട് ഇട്ടാൽ അടുത്ത് കറുപ്പിക്കണം, അടുത്ത് പിന്നെ വൈറ്റ് ആയിരിക്കണം. ബ്ലാക്ക്, വൈറ്റ്, ബ്ലാക്ക് റിങ്സ് ആണ്. ആ റിങ്സ് എല്ലാം പുറത്തേക്ക് ചെല്ലുന്നവരും ക്ലോസർ അടുത്തുകൊണ്ടിരിക്കും. അതിൻ്റെ നിർമ്മാണം പറയുമ്പോൾ അത് മനസ്സിലാകും എന്നുകൂടെ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വൈറ്റ് പേപ്പർ നിങ്ങൾ നോട്ട് ബുക്ക് വരച്ചാൽ മതി. നോട്ട് ബുക്കിൽ ഇങ്ങനെ വരയ്ക്കുക. ആദ്യം ഒരു ഡാർക്ക് സ്പോട്ട് ഇടുക. ആ ഡാർക്ക് സ്പോട്ട് ഇവിടെ ക്ലിയർ അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വൈറ്റ് റിങ് ആണ്, പിന്നെ ഡാർക്ക് റിങ്, പിന്നെ ബ്രൈറ്റ് റിങ്, ഡാർക്ക്, ബ്രൈറ്റ്, അങ്ങനെ പോകും. നേരെ ഓപ്പോസിറ്റായിട്ട് വരയ്ക്കാം. ആദ്യത്തത് വൈറ്റ് ആയിട്ട് വരയ്ക്കാം, രണ്ടാമത്തെ ഡാർക്ക്, പിന്നെ ബ്രൈറ്റ്, അങ്ങനെ വരയ്ക്കാം. ഈ ബിഗിനിങ്, ഈ നടുക്കുള്ളത് ഒന്നുകിൽ ഡാർക്ക് ആകാം അല്ലെങ്കിൽ ബ്രൈറ്റ് ആകാം, എന്തായാലും കുഴപ്പമില്ല. ഓൾട്ടർനേറ്റ് റിങ്സ് നമ്മൾ ഷെയ്ഡ് ചെയ്യണം. പുറത്തോട്ട് ചെല്ലുന്തോറും അവ ക്ലോസർ ആകണം. അതാണ് സോൺ പ്ലേറ്റ്. ഇതിൻ്റെ പടം ഇനി നിർമ്മാണം പറയാൻ പോവുക. എ ബ്യൂട്ടിഫുൾ ആപ്ലിക്കേഷൻ ഓഫ് ദി കൺസെപ്റ്റ്സ് പെരന്നൽ ഹാപ്പിലിറ്റി സോൺസ് ലൈസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് സോൺ പ്ലേറ്റ്. സോൺ പ്ലേറ്റ്. സോൺ പ്ലേറ്റ് ഇസ് എ ട്രാൻസ്പെറൻറ്റ്. ഇപ്പോൾ നോക്കിയേ, നമ്മൾ ഈ റെക്റ്റിലിനിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ സ്ട്രൈറ്റ് എഡ്ജ് ഡിഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഹാഫ് പീരിയഡ് സോണിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഫ്രനൽ സോൺസ്. ആ റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷനകത്താണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് സോൺ പറയുന്നത്, ഫ്രനൽ സോൺ പറയുന്നത്. ആ ഫ്രനൽ സോൺ എന്ന് പറയുന്നത് ആ ഡിവൈസിൻ്റെ, ആ സാധനത്തിൻ്റെ ശരിക്കും ഒരു പ്രൂഫാണ് ഈ സോൺ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ആപ്ലിക്കേഷൻ ഹാഫ് പീരിയഡ് സോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആപ്ലിക്കേഷനാണ് ഈ സോൺ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഹാഫ് പീരിയഡ് സോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഒരു മനോഹരമായ ആപ്ലിക്കേഷനാണ് സോൺ പ്ലേറ്റ്. ഈ സോൺ പ്ലേറ്റ് is a transparent plate. It's a transparent plate divided into a number of half-period zones with the alternate zones blackened. The correctness of the Fresnel's method of dividing a wavefront into half-period zones can be verified with the help of zone plate. അപ്പോൾ പറഞ്ഞു, ഫ്രനൽ സോണിൻ്റെ ഒരു
വിഷ്വലൈസേഷൻ, ഒരു സാക്ഷാത്കാരം, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോൺ പ്ലേറ്റ്. അപ്പോൾ സോൺ പ്ലേറ്റിൽ നമ്മൾ ആ സോണുകളെ ഹാപ്പിയുടെ സോണിൻ്റെ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആൾട്ടർനേറ്റ് സോൺസ് ബ്ലാക്കൻ ചെയ്തിരിക്കണം. ബ്ലാക്കനിങ്ങിന് ഒന്നെങ്കിൽ നടുക്ക് ആദ്യത്തെ ഡാർക്ക് ആകാം, അല്ലെങ്കിൽ അതിന് ബ്രൈറ്റ് ആയിരിക്കണം, അങ്ങനെ വരയ്ക്കാം. ഓൾട്ടർനേറ്റീവ് ഡാർക്കനും ബ്രൈറ്റ് ആയിരിക്കണം. പുറത്തോട്ട് ചെല്ലുന്നതും ക്ലോസർ ആകണം. The correctness of Fresnel's method of dividing a wavefront into half-reduced zones can be verified with the help of zone plate. അപ്പോൾ ഫ്രെനൽ പറഞ്ഞ കാര്യങ്ങൾ, ഹാഫ് പീരിയഡ് സോണിൻ്റെ കാര്യങ്ങൾ ശരിയാണെന്ന് ഈ സോൺ പ്ലേറ്റ് കൊണ്ട് തെളിയിക്കാവുന്നതാണ്. നെക്സ്റ്റ് വി സി വാട്ട് ഈസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സോൺ പ്ലേറ്റ്. എങ്ങനെയാണ് സോൺ പ്ലേറ്റ് നിർമ്മിക്കുക? വരക്കുന്ന നമ്മൾ പറഞ്ഞത് ഇതിന് നിർമ്മാണം കേട്ടുള്ളത്. കൺസ്ട്രക്ഷൻ ഓഫ് സോൺ പ്ലേറ്റ്. ടൈറ്റിൽ ഈസ് റിപ്പീറ്റഡ്. In a zone plate, the radius of various zones is taken as root 1k, root 2k, root 3k, etc., where k is a constant value, say 2 centimeter. That is, values of the radius of the zones are proportional to square root of natural numbers. അപ്പോൾ സോൺ പ്ലേറ്റ് നമ്മൾ നിർമ്മിക്കാനായിട്ട്, ആക്ച്വലായിട്ട് വരയ്ക്കാനല്ല, നിർമ്മിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു അതിൻ്റെ റേഡിയസ് എങ്ങനെയാണ്? റേഡിയസ് റൂട്ട് 1k, റൂട്ട് 2k, റൂട്ട് 3k എന്ന മോഡലാണ് വരക്കേണ്ടത്. ഈ കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള സംഖ്യ, ഒരു 1 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ എടുക്കുക. അപ്പോൾ റൂട്ട് 1k 1k എന്ന് എഴുതിയാലും മതി. പക്ഷേ അതിൻ്റെ രീതി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റൂട്ട് 1, റൂട്ട് 2, റൂട്ട് 3 എഴുതിയിരിക്കുന്നത്. റൂട്ട് 1k ഈസ് k. അപ്പോൾ 1 സെൻറ്റിമീറ്റർ, റൂട്ട് 2 × 1 സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ, റൂട്ട് 2 × 2 സെൻറ്റിമീറ്റർ, റൂട്ട് 3 × 2 സെൻറ്റിമീറ്റർ, അങ്ങനെയുള്ള വാല്യൂസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ വൈറ്റ് പേപ്പറിൽ കോൺസെൻട്രിക് സർക്കിൾസ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ റേഡിയസ് എല്ലാം റൂട്ട് നാച്ചുറൽ നമ്പർ പ്രൊപ്പോർഷണലാണ്, സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ടു കൺസ്ട്രക്ട് എ സോൺ പ്ലേറ്റ്, ഡ്രോ എ നമ്പർ ഓഫ് concentric circles on a white paper whose radii are proportional to root 1, root 2, root 3, root 3, etc. Blacken 1, 3, 5, etc. zones and take a photograph of the drawing. ലാസ്റ്റ് 1-2 ലെറ്റർ വെട്ടിപ്പോയില്ല, അതൊന്ന് പൂരിപ്പിച്ചോളാം. Blacken 1, 3, 5, etc. rings and take a photograph of the drawing in the negative of the photograph. Negative of the photograph. ആ നെഗറ്റീവ് കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ബ്രാക്കറ്റിൽ ഓഫ് ദി ഫോട്ടോഗ്രാഫ് എഴുതിയിരിക്കുന്നത്. ഇൻ ദി നെഗറ്റീവ് ഓഫ് ദി ഫോട്ടോഗ്രാഫ് ഇത് 2, 4, 6 etc. zones appear black and the negative can be used as a zone plate. അവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ഒന്നൊരു വായിക്കാം. അപ്പോൾ സോൺ പ്ലേറ്റിൽ ഓരോ സോണും റേഡിയസ് റൂട്ട് നാച്ചുറൽ നമ്പർ പ്രൊപ്പോർഷണലാണ്. റൂട്ട് 1k, റൂട്ട് 2k, റൂട്ട് 3k, റൂട്ട് 4k അങ്ങനെ വരും. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് ഇഷ്ടമുള്ള എടുക്കുക, 2 സെൻറ്റിമീറ്റർ പോലെ എടുക്കുക. അപ്പോൾ അതിന് വൈറ്റ് പേപ്പർ എടുക്കണം. ആ വൈറ്റ് പേപ്പർ എടുത്തതിന് ശേഷം അവിടെ റൂട്ട് 1 × 2 സെൻറ്റിമീറ്റർ, അപ്പോൾ 2 സെൻറ്റിമീറ്റർ തന്നെ. റൂട്ട് 2 × 2 സെൻറ്റിമീറ്റർ, അപ്പോൾ 1.4142 × 2 കൊണ്ട് കുടിച്ച് ആ വാല്യൂ എടുക്കണം. പിന്നെ റൂട്ട് 3 × 2 സെൻറ്റിമീറ്റർ, അതാണ് കെ എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത്. പിന്നെ റൂട്ട് 4 × k, ഇങ്ങനെയുള്ള റേഡിയസിൽ നമ്മൾ ഈ വൈറ്റ് പേപ്പറിൽ കോൺസെൻട്രിക് സർക്കിൾസ്, ഒരേ കേന്ദ്രമുള്ള സർക്കിൾസ് പുറമേ വരക്കണം. എന്നിട്ട് അതിൻ്റെ ഓൾട്ടർനേറ്റ് സോൺസ് ബ്ലാക്കൻ ചെയ്യണം. ഇപ്പോൾ നടക്കുന്ന ബ്ലാക്കൻ ചെയ്യാം. അത് കഴിഞ്ഞുള്ള അടുത്തത് അൾട്ടർനേറ്റ് ആയിട്ടുള്ള സോൺസ് എല്ലാം ബ്ലാക്കൻ ചെയ്യണം. തിരിച്ചും ചെയ്യാം കേട്ടോ, നടക്കുന്നത് ചെയ്യണമെന്നില്ല. പിന്നെ അതിന് പുറമേയുള്ള ചെയ്താൽ മതി. ഈ ബ്ലാക്കൻ ചെയ്ത് കിട്ടുന്ന ആ പടത്തിൻ്റെ ഫോട്ടോ എടുക്കണം.
ഫോട്ടോ എന്ന് പറഞ്ഞാൽ പഴയ ക്യാമറ ഫോട്ടോ എടുക്കണം, അല്ലാതെ ഇപ്പോഴത്തെ ഡിജിറ്റൽ ഫോട്ടോ അല്ല. ഡിജിറ്റൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് നെഗറ്റീവ് ഇല്ലല്ലോ. ക്യാമറ ഫോട്ടോയിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു പ്ലാസ്റ്റിക് ഫിലിം. ആ പ്ലാസ്റ്റിക് ഫിലിമിൽ നേരെ കോൺട്രാസ്റ്റിൽ ഒരു ഇമേജ് കിട്ടും. നമ്മുടെയൊക്കെ പിന്നെ ഫോട്ടോ ഒരു ക്യാമറ ഫിലിമിൽ പതിയുമ്പോൾ ആ ഫിലിം ഇരിക്കുന്ന നേരെ നെഗറ്റീവായിട്ട് മുടിയൊക്കെ വെളുത്തിരിക്കും, പലക്കെ കറുത്തിരിക്കും, അങ്ങനെ വരും. ആ നെഗറ്റീവ് എടുക്കണം. ക്യാമറയിൽ ഡിജിറ്റൽ ക്യാമറ അല്ല, ഫിലിം ക്യാമറയിൽ നമ്മൾ ഈ ഡ്രോയിങ്ങിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫിലിം അതിനെ നെഗറ്റീവ് എന്നാണ് വിളിക്കുന്നത്. അതിനെ പ്രിൻ്റ് എടുക്കുമ്പോഴാണ് യഥാർത്ഥ ഫോട്ടോ നമുക്ക് കിട്ടുന്നത്. ആ ഫിലിമിനെ വിളിക്കുന്ന പേരാണ് സോൺ പ്ലേറ്റ്. അപ്പോൾ എങ്ങനെയാണ്? ടേക്ക് എ വൈറ്റ് പേപ്പർ, upon paper you draw concentric circle such that radius of each circle proportional to square root of natural numbers. Take a photograph using a film camera of the drawing. The negative of the photograph is called a zone plate. ഇത് നമ്മൾ തിയറി ഓഫ് സോൺ പ്ലേറ്റ്. ഈ പടത്തിൽ എ ബി കാണിച്ചിരിക്കുന്ന സോൺ പ്ലേറ്റ് ആണ്. പടം നോക്കുക. എ ബി നമ്മുടെ പെർപെൻഡിക്കുലറായിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഈ പിന്നെ സ്ക്രീനിന് പെർപെൻഡിക്കുലറായിട്ടാണ് സോൺ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. അതൊരു സർക്കുലർ ഡിസ്ക്കാണ്, പ്ലാസ്റ്റിക് ഫിലിമാണല്ലോ, നെഗറ്റീവ്. അത് പെർപെൻഡിക്കുലറായിട്ട് വെച്ചിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് എ ബി. അതിൻ്റെ സെൻറ്ററാണ് സി. പിന്നെ തൊട്ട് റൈറ്റ് സൈഡിൽ ഒരു ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ്. അതിൽ നിന്ന് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അത് പിന്നെ P1 P2 P3 പോലെയുള്ള പീൻ വരെയുണ്ട്, നമ്പർ ഓഫ് പോയിൻറ്റ്സ്. അവിടെ വന്ന് വീണിട്ട് പിന്നെ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും, ഐയിൽ വരും. ആ ഒയുടെ ദൂരം യു ആണ്, പിന്നെ ഐയുടെ ദൂരം വി ആണ്, സി ആണ് അതിൻ്റെ സെൻറ്റർ, എ ബി ആണ് സോൺ പ്ലേറ്റ്. അപ്പോൾ ഓയിലൊരു ഒബ്ജക്റ്റ് ഇരുന്നാൽ അതിൽ നിന്ന് ലൈറ്റ് വന്നിട്ട് അതിൽ ഇമേജ് ഉണ്ടാകുകയാണ്. ഇത്തരം ഒരു ദൃശ്യം നമ്മൾ കാണുന്നത് ഒരു കോൺവെക്സ് ലെൻസിലാണ്. കോൺവെക്സ് ലെൻസിൻ്റെ ഒരു സൈഡിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് നമുക്ക് ഇമേജ് കിട്ടും, റിയൽ ഇമേജ് കിട്ടും. ഒരു കോൺവെക്സ് ലെൻസ് പ്രവർത്തിക്കുന്നത് പോലെ ഒരു സോൺ പ്ലേറ്റ് പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ സോൺ പ്ലേറ്റും കോൺവെക്സ് ലെൻസും തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതൊരു ക്വസ്റ്റ്യനാണ്. യു കമ്പയർ എ കോൺവെക്സ് ലെൻസ് ആൻഡ് എ സോൺ പ്ലേറ്റ്. അത് നമ്മൾ ലാസ്റ്റ് പറയും പ്രോബ്ലത്തിന് മുമ്പ്. അപ്പോൾ എ ബി ഈസ് സോൺ പ്ലേറ്റ്, O is an object. There are number of points P1, P2, P3, etc. They are corresponding points on half period elements, and at I we get a point image. The distance U and V are marked, and this zone plate will act as a convex lens. It has a focal length, and focal length is given by Rn square by L lambda. Rn is the n suffix. Rn is the radius of the nth zone on the zone plate. N is the number of the zone. Lambda is the wavelength of light used. And this relation we are going to find, that's the theory. So in the figure, AB represents a circular plate which will act as zone plate. O and I are 2 points on the axis. At distances U and V from the center, let a point source be kept at O. I is the image. The displacement that I can be calculated as follows. O എന്നുള്ള ഓബ്ജക്റ്റ് വെച്ചാൽ അതിൽ ഇമേജ് ഉണ്ടാകും. ആ ഇമേജിൻ്റെ ഡിസ്റ്റർബൻസ്, ഇൻറ്റൻസിറ്റി നമ്മൾ കാണാൻ പോവുകയാണ്. ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് ഇൻറ്റൻസിറ്റിയുടെ അളവാണല്ലോ, അത് കാണാൻ പോവുകയാണ്. The spherical wavefront from O will fall on the circular plate. 2 points P1, P2, P3, etc. on the zone plate such that. അപ്പോൾ ഓയിൽ നിന്ന് സ്പിറിക്കൽ വേവ് ഫ്രണ്ട് വിചാരിച്ചാൽ അത് സോൺ പ്ലേറ്റിൽ വീഴും. P1, P2, P3 പോലെയുള്ള പോയിന്റുകൾ പിന്നെ പരിഗണിക്കുക. ആ P1, P2, P3 പോലുള്ള പോയിന്റുകൾ എടുക്കുക. അങ്ങനെ എടുത്താൽ ആ പോയിന്റിൻ്റെ ദൂരമാണ് നമ്മൾ ഇനി ഇക്വേഷനിൽ പറയുന്നത്. OP1 plus P1I is U plus V plus lambda by 2.
അത് സംശയം ഉണ്ടെങ്കിൽ ആ പടത്തിൽ ഒന്നുകൂടി പോയി നോക്കുക. ഇതാണ് പടം. പടത്തിൽ OCU ആണ്, അതുപോലെ CIV ആണ്. അതിന് തൊട്ടുമുള്ള പോയിന്റാണ് P1. അപ്പോൾ OP1 + P1 ആയി. അത് U+Vയുടെ കൂടെ ഒരു λ/2 വ്യത്യാസം കൂടി ഉണ്ട്. അപ്പോൾ λ/2 വരുന്നതുകൊണ്ട് ഈ P1 എന്ന് പറഞ്ഞാൽ ഹാഫ് പീരീഡ് ഫസ്റ്റ് സോണിൻ്റെ ഒരു പോയിന്റാണ്. അപ്പം അങ്ങനെയാണ് ദൂരം എടുക്കേണ്ടത്. OP1 + P1 is U+V + λ/2. അതുപോലെ P2. OP2 + P2 is U+V + 2 λ/2. OP3 + P3 is U+V + 3 λ/2. And so on, one line, etc. Therefore, OPN + PNI is equal to U+V + N λ/2. That is the first important equation for the theory of zone plate. In the figure, CP is the radius of first zone. CP1 is the radius of the first zone. ആ സോൺ പ്ലേറ്റിനെ പുറത്തുള്ള ദൂരമാണ്. CP1 is the radius of first zone, CP2 that of second zone, and so on. So, with the CR center and radii equal to CP1, CP2, etc., CPN, concentric circles are described. The area of the innermost circle constitute the first SP set. The space between first and second circles constitute the second SP set, and so on. അങ്ങനെ പോവും. ഇൻ ദ ട്രയാങ്കിൾ OCP1, ട്രയാങ്കിൾ ഒന്നും കാണേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ആ C എന്നുള്ളത് സോൺ പ്ലേറ്റിൻ്റെ സെൻറ്ററാണ്. O ഒബ്ജക്റ്റാണ്. P1 ജസ്റ്റ് മുകളിലുള്ള പോയിന്റ്. സിക്ക് മുകളിൽ ജസ്റ്റ് മുകളിലുള്ള പോയിന്റാണ് P1. അപ്പോൾ ട്രയാങ്കിൾ OCP1 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ OCP1 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. OP1 സ്ക്വയർ ഈസ് ഈക്വൽ OC സ്ക്വയർ + CP1 സ്ക്വയർ. പൈതഗോറസ് തിയറാണ്. സിമിലർലി OP2 സ്ക്വയർ ഈസ് ഈക്വൽ ടു OC സ്ക്വയർ + CP2 സ്ക്വയർ. One line, etc. OPN square similarly equal to OC square + CPN square. That is, OPN square is equal to OC, that is U square plus RN square. Since RN is CPN, that is the meaning. RN is the radius of nth ring, nth zone. So OPN square is U square plus RN square. സംശയം ഉണ്ടെങ്കിൽ ആ പടത്തിലേക്ക് പോയി നോക്കിയാൽ മതി. ഇതിന് നമ്മളൊരു സിംപ്ലിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ആ സിംപ്ലിഫിക്കേഷൻ പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കണം. ഇതിനൊരു കോൺഫാക്ട് എടുക്കുക റൈറ്റ് സൈഡിൽ നിന്ന്. റൈറ്റ് സൈഡിൽ നമ്മൾ U സ്ക്വയർ എടുക്കുന്നത്. കാരണം ഈ RN എന്ന് പറഞ്ഞാൽ സോണിൻ്റെ റേഡിയസ് ആണ്. അത് വളരെ ചെറുതാണ്. ആ ചെറിയ സംഖ്യ അവിടെ കീപ്പ് ചെയ്തുകൊണ്ട് വലിയ സംഖ്യ U സ്ക്വയർ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കി. OPN square is U square into 1 + RN square by U square. റൂട്ടാണ്. OPN is U into 1 + RN square by U square is 1/2. റൂട്ടാണ്. ഇത് നമ്മൾ പിന്നെ ഒരു ബൈനോമിയൽ തിയറം ഉണ്ടല്ലോ. 1 + x the whole raised to n is 1 + nx എന്നുള്ള തിയറം. ഹയർ ടേംസ് കളഞ്ഞാൽ അതിവിടെ അപ്ലൈ ചെയ്യണം. കാരണം എക്സ് വളരെ സ്മോൾ ആണെങ്കിൽ 1 + x the whole raised to n is equal to 1 + nx എന്ന് പറയുന്നൊരു ബൈനോമിയൽ സീരീസ് ഉണ്ട്. ആ സീരീസിൽ ഹയർ ടേംസ് കളയണം, നെഗ്ലിജിബിൾ ആയതുകൊണ്ട്. ഇവിടെ U സ്ക്വയർ വലുതാകുമ്പോൾ RN square by 2U square എന്ന് പറയുന്നത് RN square by U square എന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയാണ്, എക്സ് പോലെ. അപ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 1 + nx അതെടുത്താൽ മതി. അപ്പോൾ OPN is equal to U into 1 + x the whole raised to half. അത് 1 + 2x, 1 + half x. Therefore, we get 1 + RN square by 2U square. അത് 2 ഒരു ഹാഫിൻ്റെ ബ്രാക്കറ്റ് മാറ്റി പറയുമ്പോൾ OPN is equal to U + RN square by 2U. ഒരു U ക്യാൻസൽ ചെയ്യും. In a similar manner, we get PNI equal to V + RN square by 2V.
അങ്ങനെ ഇട്ട് നോക്ക്. അപ്പോൾ അതായിട്ട് കൂട്ടണം. ഈ ഒ പി എനും പി എൻ ഐ കൂട്ടണം. നമ്മൾ ഒ പി എൻ കണ്ടുപിടിച്ചു, പി എൻ ഐ സിമിലറായിട്ട് എഴുതി, അത് രണ്ടും കൂട്ടണം. ആഡിങ് യു പ്ലസ് ആർ എൻ സ്ക്വയർ ബൈ 2u പ്ലസ് വി പ്ലസ് ആർ എൻ സ്ക്വയർ ബൈ 2v. ദാറ്റ് ഈസ് ഒ പി എൻ പ്ലസ് പി എൻ ഐ ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ആർ എൻ സ്ക്വയർ ബൈ 2 കോൺ ഫാക്ടർ. വി ഗെറ്റ് 1/u പ്ലസ് 1/v. ഈ 1/u പ്ലസ് 1/v ലെൻസ് ഇക്വേഷൻ ആണ്. നമ്മൾ സൈൻ കൺവെൻഷൻ ഒഴിവാക്കിയിട്ട് പറയുമ്പോഴേ 1/u പ്ലസ് 1/v ഈസ് 1/f ആണ്. എഫിനെ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ എന്ന് പറഞ്ഞ പോലെ ശരിക്കുള്ള ലെൻസ് ഇക്വേഷൻ -1/u പ്ലസ് 1/v ഈക്വൽ ടു 1/f എന്നാണ്. പക്ഷെ അവിടെ സൈൻ കൺവെൻഷൻ നമ്മൾ പഴയത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ 1/u പ്ലസ് 1/v ഈസ് 1/f. where f is the focal length. If it is a lens, here f is the focal length of sound plate. That is OPN plus PNI is equal to u plus v plus r square by 2 into 1/f. Equating 1 and 2. 1 ഏതായിരുന്നു? 1 നമ്മൾ നേരത്തെ പറഞ്ഞു. Equation 1. Here it is. OPN plus PNI. OPN plus PN is u plus v plus L lambda by 2. And here equation 2 is OPN plus PNI is u plus v plus Rn square by 2 into 1/f. Equal to 1 and. So 2 is written first. U plus v plus Rn square by 2 into 1/f is equal to u plus v plus L lambda by 2. U plus v will cancel from either side. That is Rn square by 2 into 1/f is equal to L lambda by 2. 2 will cancel. That is 1/f is L lambda by Rn square. Therefore, f is equal to Rn square by L lambda. Equation number 3. This gives the focal length of a zone plate divided into n zones. അപ്പോൾ n സോണായിട്ട് ഡിവൈഡ് ചെയ്ത ഒരു സോൺ പ്ലേറ്റിൻ്റെ ഫോക്കൽ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? എഫ് ഈസ് Rn സ്ക്വയർ ബൈ L lambda. Rn റേഡിയസ് ഓഫ് ദി nth zone, n is the number of the zone, lambda is the wavelength. Now we find the radius and the area of the nth zone. Radius, we have f is Rn square by L lambda. Cross multiply. Rn square is Fl lambda. Rn is root of Fl lambda. Equation number 4. Then area of nth zone. Area of nth zone is area of n zones minus area of n minus 1 zones. Zone is a circle. So area of n zones pi Rn square. Area of n minus 1 zones pi r n minus 1 square. So we put like this. Pi is taken common factor. Rn square minus r n minus 1 square. Pi into, you know, Rn square, the equation. Rn square is Fl lambda. R n minus 1 square, F n minus 1 lambda. Remove the bracket. Area of the nth zone is equal to pi into Fl lambda minus Fl lambda plus F lambda. A is equal to pi F lambda. That is the area of the nth zone. And look here, this expression is independent of n. That's in a zone plate. All zones are of equal area. All zones are of equal area zone plate. That is the proof. And this relation is similar to area of the zone, nth zone, any zone. We have studied in Fresnel's explanation to rectilinear propagation. That is, A is equal to pi b lambda. Here it is b, pi b lambda. Here it is f. The area of any zone in a zone plate is given by
A is equal to pi f lambda. Since this expression contains no n, there is no n, we say all zones are of equal area in a zone plate. And 1.5 page topic is remaining for zone plate that we see in the next class. That is all. Thank you very much. Zone plate will be completed with the next lecture. Thank you very much.